Students, today we are going to discuss about stem cells. What are these stem cells? Are they the cells within seeds? Have you noticed Sneha's doubt about the news clipping? സ്നേഹയുടെ ഡൗട്ട് നിങ്ങൾ കണ്ടില്ലേ? സ്റ്റെം സെൽ എന്ന് പറയുന്നത് സീഡിൻ്റെ ഉള്ളിലുണ്ടാവുന്ന സെല്ലാണോ എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെന്ന്? What is the reason for immense popularity gained by stem cells? സ്റ്റെം സെൽ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. എന്താ കാരണം എന്നാണ് ചോദിക്കുന്നത്. Have a discussion on the description given below on the basis of the indicators. ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താണ് സ്റ്റെം സെൽസ് എന്നൊന്ന് നോക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് സീഡിനുള്ളിലെ സെല്ലാണെന്ന്? ഓക്കെ, അതെന്ത് സെല്ലാണെന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റെം സെൽസ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കൂടെ വെച്ചിട്ട് ഇരുന്ന് വേണം വായിച്ച് മനസ്സിലാക്കാൻ. ടീച്ചർ പറഞ്ഞുതരാം സ്റ്റെം സെൽ എന്താണെന്ന്. സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് that can transform into any kind of cells. സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. അതിന് ഏത് സെല്ലായി മാറാനുള്ള സ്പെഷ്യൽ കഴിവുണ്ട്. ഓക്കെ, സ്റ്റെം സെൽസ് undergo constant differentiation and get transformed into other kind of cells. സ്റ്റെം സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഏത് സെല്ലായി മാറുകയും ചെയ്യുന്നു. സ്റ്റെം സെൽസ് ക്യാൻ ഐദർ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ സെൽസ് ത്രൂ ഡിവിഷൻ ഓർ എക്സിസ്റ്റ് ആസ് സച്ച്. ഒന്നില്ലെങ്കിൽ അത് അതുപോലെ തന്നെ അവിടെ എവിടെയെങ്കിലും നിൽക്കും. അതല്ലെങ്കിൽ എവിടെയാണോ പുതിയ സെല്ലുകൾ ഉണ്ടാവേണ്ടത് അവിടേക്ക് അത് മാറിയിട്ട് പുതിയ സെൽസുകൾ ഉണ്ടാക്കി കൊടുക്കും. When the cells in the tissue get destroyed, ഒരു ടിഷ്യൂവിലെ സെൽസ് ഡിസ്ട്രോയ് ചെയ്താൽ ന്യൂ സെൽസ് ഡെവലപ്ഡ് ഫ്രം ദ സ്റ്റെം സെൽസ്. സ്റ്റെം സെല്ലിൽ നിന്ന് പുതിയ സെല്ലുണ്ടായി മാറും. സ്റ്റെം സെൽസ് ആർ ഫൗണ്ട് ഇൻ ദ ബോൺ മാരോ. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണിനുള്ളിലെ മാരോ, അതായത് അസ്ഥി മജ്ജ, അസ്ഥിയുടെ ഉള്ളിൽ കാണുന്ന മജ്ജയാണ് ബോൺ മാരോ. സ്കിൻ, നമ്മുടെ സ്കിന്നിലും ത്വക്കിലും. ഡൈജസ്റ്റീവ് ട്രാക്ട്, നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് അത് കടന്നു പോകുന്ന ഇതിലൊക്കെയാണ് വായ കഴിഞ്ഞാൽ പിന്നീട് അന്നനാളം, ആമാശയം കുറേ ഭാഗങ്ങളിലൂടെ കടന്നു പോകും. അതാണ് ഡൈജസ്റ്റീവ് ട്രാക്ട്. അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുമാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അല്ലേ? ഓക്കെ, നൗഡേയ്സ് സയൻസ് ക്യാൻ ഡെവലപ്പ് ദ ഡിസൈർഡ് ടൈപ്പ് ഓഫ് സെൽസ് ഫ്രം സ്റ്റെം സെൽസ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സയൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള സെല്ലുകൾ സ്റ്റെം സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇൻ റിസർച്ച് സെൻറ്റേഴ്സ് അണ്ടർ സ്പെസിഫിക് ലബോറട്ടറി കണ്ടീഷൻസ്. കൂടുതലത് റിസർച്ച് സെൻറ്റേഴ്സിലൊക്കെ സ്പെസിഫിക് ലബോറട്ടറി കണ്ടീഷൻസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റെം സെല്ലിനെ എടുത്തിട്ട് ഡിസൈർഡ് ടൈപ്പ് ഓഫ് സെല്ലായി മാറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. It is expected that the research of stem cells can bring about miraculous changes in the treatment of blood cancer. ഇത് സ്റ്റെം സെൽസിൻ്റെ റിസർച്ച് ഒരു അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിലൊക്കെ? ട്രീറ്റ്മെൻറ്റായിട്ട്. എന്താണ്? എൻ്റെ അസുഖം മാറാനുള്ള ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ അസുഖങ്ങൾ അതുകൊണ്ട് മാറ്റാൻ പറ്റും? ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ രക്തത്തിലുണ്ടാകുന്ന ക്യാൻസർ. ഡയബറ്റീസ്, പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത് അല്ലേ? ഷുഗർ എൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യും. പാർക്കിൻസൺ ഡിസീസ്, ബ്രെയിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് പാർക്കിൻസൺ ഡിസീസ്. ഈ കാര്യങ്ങൾക്കൊക്കെ എന്താണ്? തലച്ചോറിലുള്ള ചില സെൽസിൻ്റെയൊക്കെ ഡിസ്ട്രക്ഷനാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ ഇത്തരം എവിടെയൊക്കെയാണ് സെൽസ് ഡിസ്ട്രോയ് ആയി പോയിട്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് സ്റ്റെം സെല്ല് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ഇൻ ദ മാനുഫാക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഓർഗൻ. പുതിയ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഓർഗൻ ഉണ്ടാക്കാൻ വരെ സാധിക്കും. അതിവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ബ്ലഡ് വെസൽസൊക്കെ ഉണ്ടാക്കിയ, ബ്ലഡ് വെസൽ എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകളൊക്കെ സ്റ്റെം സെല്ലിൽ നിന്ന് ഉണ്ടാക്കിയേക്കുന്ന പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഭാഗം കഴിഞ്ഞു. ഇതിൽ നമ്മൾ പഠിക്കേണ്ട 3 കാര്യമാണ്. എന്താണ് സ്റ്റെം സെൽ?
ഇതെവിടെയൊക്കെയാണ് കാണുന്നത്, എന്തിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിനാണിത് ഉപയോഗിക്കുന്നത്? 3 ചോദ്യം. ഒന്ന്, എന്താണ് സ്റ്റെം സെൽ? സ്റ്റെം സെൽ ഈസ് എ സ്പെഷ്യലൈസ്ഡ് സെൽ ദാറ്റ് ട്രാൻസ്ഫോം ഇൻ ടു എനി ടൈപ്പ് ഓഫ് സെൽ. ഏത് ടൈപ്പ് സെല്ലായി മാറാനും കഴിവുള്ള സെല്ലുകളാണ് സ്റ്റെം സെൽ. ഒന്നിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എവിടെയൊക്കെയാണ് കാണുന്നത്? വേർ ഇറ്റ് ഹാവ് ബീൻ സീൻ. അത് കാണുന്നത് എവിടെയൊക്കെയാണ്? ബോൺ മാരോ, സ്കിൻ ആൻഡ് ഡൈജസ്റ്റീവ് ട്രാക്ട്. ഈ 3 ഭാഗങ്ങളിലാണ് കാണുന്നത്. ഇനി എന്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്? ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ് ആൻഡ് പാർക്കിൻസൺസ് ഡിസീസ്. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനാണ് ഇവിടെ താഴെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കണം. ഇത് നിങ്ങൾ എഴുതിയിട്ട് ഇതിൻ്റെ ആൻസർ ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നു, അതെന്ത് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആനിമൽ ടിഷ്യൂസ്. നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് ടിഷ്യൂസിൻ്റെ, ആനിമൽ ടിഷ്യൂസും പ്ലാന്റ് ടിഷ്യൂസും ഉണ്ട്. അതിൽ ആനിമൽ ടിഷ്യൂസ് നമുക്കറിയാം 200 ടൈപ്സ് ഓഫ് ഉണ്ട്. എന്നാലും നമുക്ക് 4 എണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. ഒന്നാമത്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. ബോഡിനെ കവർ ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ലൈൻസ് ദ ഇന്നർ വോൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഇന്നർ വോളിൽ കവർ ചെയ്യുന്നു. ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഏതാ? വായ്, അന്നനാള, ആമാശയം അല്ലേ? ഫുഡ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ലൈനിങ്ങിലൊക്കെ ഇന്നർ വാളിലൊക്കെ എന്ത് കാണുന്നു? എപ്പിത്തീലിയൽ ടിഷ്യൂ കാണുന്നു. എന്തൊക്കെ ഫങ്ഷനാണ് പെർഫോം ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം, അബ്സോർപ്ഷൻ ആഗിരണം, ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ് കുറേ സ്രവങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. കണ്ടില്ലേ എപ്പിത്തീലിയൽ ടിഷ്യൂ. ദെൻ നെർവസ് ടിഷ്യൂ. നെർവ്സിൽ കാണുന്നത്, അതായത് ബ്രെയിനിൽ കാണുന്ന ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ. കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ. ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്ന ടിഷ്യൂ ആണ്. എനേബിൾസ് ടു റെസ്പോണ്ട് ഐഡൻറ്റിഫൈങ് ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് outside the body. Enables to respond identifying the changes inside and outside the body. ശരീരത്തിൻ്റെ അകത്തും പുറത്തുമുള്ള എല്ലാ ഉദ്ദീപനങ്ങളെയും തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ. നെക്സ്റ്റ് വൺ, മസ്കുലാർ ടിഷ്യൂ. മസിൽസിലൊക്കെ കാണുന്നതാണ്. കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. സെൽസിനെ കൺട്രാക്ട് ചെയ്യാനും റീഗെയിൻ ചെയ്യാനും സഹായിക്കുന്ന ടിഷ്യൂ ആണ് മസ്കുലാർ ടിഷ്യൂ. എനേബിൾസ് ദ മൂവ്മെൻറ്റ് ഓഫ് ബോഡി. നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നത്, നടക്കാനും ഓടാനും ചാടാനൊക്കെ സഹായിക്കുന്നത് മസിൽസ് ഉള്ളത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ ആ മസിലിൽ കാണുന്ന ടിഷ്യൂ ആണ് മസ്കുലാർ ടിഷ്യൂ. ഉണ്ടോ? ദെൻ കണക്റ്റീവ് ടിഷ്യൂ. 4 ടൈപ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ ആൻഡ് ബ്ലഡ്. ബോൺ ആൻഡ് കാർട്ടിലേജ് എന്തിനാ സഹായിക്കുന്നത്? ഈ 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസിൻ്റെയും ഫങ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ബോണും കാർട്ടിലേജും സപ്പോർട്ടും പ്രൊട്ടക്ഷനും നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ അത് ഷേപ്പ്, നമ്മുടെ ബോഡിക്ക് ഷേപ്പ് നൽകുന്നു. ഫൈബ്രസ് ടിഷ്യൂ കണക്ട്സ് അതർ ടിഷ്യൂ. ഫൈബ്രസ് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ അതർ ടിഷ്യൂവിനെ കണക്ട് ചെയ്യലാണ്. ബ്ലഡിൻ്റെ ഫങ്ഷൻ നമുക്കറിയാം, മെറ്റീരിയൽസ് കണ്ടക്ട് ചെയ്യുക. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്സ് ദ ബോഡി ടു റെസിസ്റ്റ് ദ ഡിസീസ്. ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ബ്ലഡ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യുക, ഡിസീസ് റെസിസ്റ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആനിമൽ ടിഷ്യൂവിൽ. നമുക്ക് 4 ടൈപ്പ് ടിഷ്യൂ മാത്രമേ പഠിക്കാനുള്ളൂ. ഏകദേശം 200ഓളം ടിഷ്യൂ ഉണ്ട് ഓരോ ഭാഗത്തും, ഓരോ ഓർഗനിലും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. Body of animals are made up of different types of tissues. The 4 different types of animal tissues are epithelial tissue, connective tissue, muscular tissue,
and nervous tissue. Epithelial tissue. Epithelial tissue covers and protects the body. It lines the inner wall of the digestive tract and performs functions such as protection, absorption, and production of secretions. Connective tissue. Connective tissue connects different tissues or acts as a support to them. Tissues of cartilage, tissues of bones, and blood are examples of various connective tissues. Muscular tissue. Muscular tissue consists of cells that can contract and regain the original state. It enables the movement of the body. Different types of muscular tissue are skeletal muscles, smooth muscles, and cardiac muscles. Nervous tissue. Nervous tissue controls and coordinates physiological functions. It enables to respond, identifying the changes inside and outside the body.